വെൽക്കം ബാക്ക് ടു യുണൈറ്റഡ് സെൻട്രൽ. നമ്മുടെ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ട് ഒത്തിരി വാർത്തകൾ വരുന്നുണ്ട്. നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടർ ആരായിരിക്കും എന്നുള്ള കാര്യമാണ്. ഇറ്റ് ലുക്സ് ലൈക്ക് ഡാൻ ആഷ്വർത്ത്. അപ്പോൾ ഡാൻ ആഷ്വർത്തിനെ കുറിച്ച് നമ്മൾ മുമ്പും വീഡിയോകളിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ ഓൾഡ് ന്യൂസ് തന്നെയാണ്. പക്ഷേ ചെറിയൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങേര് ഓപ്പൺ ടു ദ മൂവ് ആണെന്നുള്ള തരത്തിൽ വാർത്ത വന്നിട്ടുണ്ട്. അത് റിപ്പോർട്ട് ചെയ്തത് വേറെ ആരുമല്ല, ഡേവിഡ് ഓൺസ്റ്റീൻ ആണ്. അപ്പോൾ ഓൺസ്റ്റീൻ പറയുന്നത് ഡാൻ ആഷ്വർത്തിന് യുണൈറ്റഡിലേക്ക് വന്നാൽ താല്പര്യമുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈഡിൽ നിന്ന് ഓക്കെയാണ്. അപ്പോൾ ഇനി ബാക്കി കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ കാസിൽ അത് സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെയാണ്. കാരണം ന്യൂ കാസിൽ അദ്ദേഹത്തിന് കോൺട്രാക്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തിട്ടൊക്കെ വേണം വരാൻ. അപ്പോൾ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പരിപാടിയല്ല, ഒത്തിരി കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അപ്പോൾ അതാണ് അതുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഡാൻ ആഷ്വർത്ത് അദ്ദേഹം മുമ്പ് ബ്രൈറ്റണിലായിരുന്നു. അപ്പോൾ ബ്രൈറ്റണിൽ ഈ ന്യൂ കാസിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം 3 മാസത്തേക്ക് പേപ്പർ പീരീഡൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് അദ്ദേഹം ബ്രൈറ്റണിൽ തന്നെയായിരുന്നു. അപ്പോൾ എപ്പോഴാണ് ഇദ്ദേഹം ജോയിൻ ചെയ്യുക, ഇൻ കേസ് വന്നാൽ തന്നെ എപ്പോഴാണ് ജോയിൻ ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അറിയില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു ന്യൂ കാസുകാർ വല്ല ക്ലോസ് ഒക്കെ വയ്ക്കുകയോ അങ്ങനെയുള്ള കാര്യമൊക്കെയാണ് ഇതിനകത്തൊരു സംശയമുള്ളത്. എന്തായാലും നമ്മളൊരു പ്രോപ്പർ ബിഗ് ക്ലബിനെ പോലെ ആക്ട് ചെയ്യുന്നൊരു സമയമാണ്. നമ്മൾ എതിരാളികളിൽ നിന്നൊക്കെ ടോപ്പായിട്ടുള്ള ആൾക്കാർ എത്തിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിതൊരു ചെയ്ത് കാണാത്തൊരു കാര്യമാണ്. നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടിരുന്നൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ. അപ്പോൾ ആ ക്ലബിനൊരു ടോപ്പ് DOFനെ കൊണ്ടുവരാമെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കൊണ്ടുവന്നുകൂടാ? ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. ഫൈനലി വി ഹാവ് ആൻ ആൻസർ എന്ന് പറയാം. എന്തായാലും ഇതൊരു തുടക്കം മാത്രമാണ്. എവിടെന്നെങ്കിലും തുടങ്ങണമല്ലോ. അപ്പോൾ ടോപ്പ് ലെവലിൽ നിന്ന് തന്നെ തുടങ്ങിയിട്ടാണ് താഴത്തേക്ക് വരുള്ളൂ. ഇപ്പോൾ നമുക്ക് പണ്ടൊരു ഒരു ഒരു എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു, പീറ്റർ കെനിയൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. നമ്മുടെ ട്രാൻസ്ഫർ ഡീലിങ്സ് ഒക്കെ നടത്തിക്കൊണ്ടിരുന്ന ഒരാളാണ് 2003 കാലഘട്ടത്തിൽ. അപ്പോൾ ആ ഒരു സമയത്തേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പ്രീമിയർ ലീഗിലെ ബയൺ മ്യൂണിക്കാണ്, നമ്മളാണ് ഏറ്റവും എഫിഷ്യൻറ്റ് ടീം. നമ്മൾ മറ്റ് ടീമുകളെക്കാളൊക്കെ ഒരുപടി മുന്നിലായിരുന്നു. പക്ഷേ പിന്നീട് സംഭവിച്ച കാര്യമാണ് ചെൽസി റോബൻ അബ്രാമോവിച്ച് വന്നതിന് ശേഷം പീറ്റർ കെനിയനെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഫാൻസിനൊന്ന് കണ്ടുവരുന്നു പീറ്റർ കെനിയനെ കാണുമ്പോൾ കെനിയൻ യു ബാസ്റ്റഡ് എന്ന് പറഞ്ഞ് ചാൻഡ് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ അതിനുശേഷമാണ് ചെൽസിയിലേക്ക് നടന്ന കാര്യം നമ്മൾ നോക്കിയാലും മതി. അവർ ട്രാൻസ്ഫർ ഡീലിങ്സിലൊക്കെ എഫിഷ്യൻ്റായി. അവർ പല രീതിയിലും ടിൽ റോബൻ അബ്രാമോവിച്ച് ക്ലബ്ബ് വിൽക്കുന്നവരെ അവർ വളരെ എഫിഷ്യൻ്റായിട്ട് ഓടിക്കൊണ്ടിരുന്നൊരു ക്ലബ്ബാണ്. അവർക്ക് സക്സസ്സും ഉണ്ടായിരുന്നു. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഒരു സ്റ്റാർട്ടാണ് നമുക്ക് ഈ പറയുന്ന പോലെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് ഒരു സ്റ്റാർട്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഡാൻ ആഷ്വർത്ത് ചെയ്തുകൊണ്ടിരുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അവിടുത്തെ ട്രെയിനിങ് ഫെസിലിറ്റീസൊക്കെ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ന്യൂ കാസിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഓവർസീ ചെയ്തുകൊണ്ടിരുന്ന അദ്ദേഹമാണ്. അപ്പോൾ അവിടുത്തെ നോളജും നമ്മളിലേക്ക് എത്തും. അപ്പോൾ ഓമറും കൂടിയുണ്ട്. അപ്പോൾ അങ്ങനെ അൺലിമിറ്റഡ് ഓയിൽ വെൽത്തുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ആൾക്കാരെ ലൂറ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റ് ആയിട്ട് ഇടുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.